കേരളത്ത് പിടിച്ചു കയറ്റോ. ഓക്കെ സാർ. വീടാൻ നീ അവിടെ കിടക്കടാ. അവനെ ഇങ്ങോട്ട് ഇറക്കി വിട് സാറേ. അവന്റെ വാരിയല്ലേ ഞങ്ങൾ ഊരി തരാം. പെണ്ണിനെ തല്ലുന്നവനെയൊക്കെ നാട്ടുകാർ തല്ലിക്കൊന്ന കേസില്ല സാറേ. കേട്ടല്ലോടാ, നിന്റെ ചോരക്കേ ദേ അവര് മുറവിളി കൂട്ടുന്നു. കൊടുക്കട്ടേടാ അവർക്കിടയിലേക്ക് നിന്നെ. എടാ സോമശേഖര, നീ ഒരു മണ്ടനാ. നീ ഇവർക്ക് കൊടുത്ത കാശുണ്ടായിരുന്നെങ്കിൽ എന്റെ പകുതി പലിശ നിനക്ക് തന്നു തീർക്കായിരുന്നല്ലോ. പിന്നെ നീ നിന്റെ ചെലവില് എന്നെ തളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ആൾക്കൂട്ടം, ഇതിന് നല്ലൊരു പഴഞ്ചൊല്ലെന്റെ വായില് വരുന്നുണ്ട്. നീയത് മനസ്സിലിട്ട് പഠിച്ചോ. ആ സംഗതി അല്പം പഴയതാ, പക്ഷെ ഈ സിറ്റുവേഷൻ അത് ആപ്റ്റാ. ഇതിലും വലിയ പെരുന്നാള് വന്നിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ടില്ല. പിന്നല്ലേ കുരുത്താമല പെരുന്നാള്. നിന്റെ നാവ് ഞാനിന്ന് മസിൽ പവർ കാണിച്ചാലേ ഈ നാട്ടുകാരുടെയും ചാനലുകാരുടെയും മുന്നിലിട്ട് തന്നെ ഞാൻ തീർക്കും. നാറാവുന്നതിന്റെ അപ്പുറം താൻ എന്നെ നാറ്റിച്ച് നിർത്തിയിരിക്കുക. എന്റെ തൊലിക്കട്ടി കൊണ്ട് പവറോടെ നിൽക്കുന്നതല്ല ഞാൻ. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് മാത്രം തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതാ ഞാൻ. അതിനെന്നെ സഹായിച്ചത് ഗാന്ധിജി പറഞ്ഞിരിക്കുന്ന രണ്ട് വാക്കാടോ, സത്യമേവ ജയതേ. അതിന്റെ അർത്ഥം ഈ മുദ്ര വെച്ച് നടക്കുന്ന നിനക്കൊന്നും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അറിയായിരുന്നെങ്കില് നീ ഈ നാറിയ പണിയൊന്നും കാണിക്കില്ലായിരുന്നു. സത്യം ജയ, ധർമ്മം ജയ. ഞാൻ ഇപ്പോഴും പറയുന്നു, നീ എന്തൊക്കെ ആട്ടം ആടിയാലും എന്റെ നിരപരാധിത്വം ഞാനത് തെളിയിച്ചിരിക്കും. നിന്നെ ഞാൻ ഇന്ന് ഇവിടെ ഇട്ട് കൊല്ലടാ. എന്റെ പെങ്ങളെ നീ നിന്റെ പെങ്ങളെ വളർത്തുമ്പോ തല്ലി വളർത്തണം, ഇല്ലെങ്കിൽ തല്ല് നിനക്കും കിട്ടും. പിടിച്ച് കൊണ്ടുപോടോനെ. വേണ്ട സാറേ, കയ്യെ തൊട്ടുപോകരുത്. ചെയ്തത് തെറ്റായി പോയെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? ചെറിയൊരു മനസ്താപം ഉണ്ടായിരുന്നു, ഇപ്പൊ അതങ്ങ് തീർന്നു. നടക്കണ അങ്ങോട്ട്. പിടിച്ച് കയറ്റോ. സ്റ്റേഷന് മുന്നിൽ അതിക്രമം നടത്തിയിരിക്കുകയാണ് കുറ്റവാളി ശിവൻ. പോലീസുകാരെയും മാധ്യമ പ്രവർത്തകരെയും കയ്യേറ്റം ചെയ്തിരിക്കുകയാണ്. അവന്റെ വിലം കഴിക്കണോ സർ? എന്താണോ നോക്കുന്നേ? എടോ ഒന്ന് അഴിക്കടോ പെട്ടെന്ന്. കേരളത്ത് പിടിച്ച് കയറ്റോ. ഓക്കെ സാർ. വീടാൻ നീ അവിടെ കിടക്കടാ. നിനക്ക് നെകളിപ്പൽപ്പം കൂടുതലായിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായോടാ? ഇത്രേ ഉള്ളൂ. കാമുകിക്ക് വേണ്ടി താലി കെട്ടിയ പെണ്ണിനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ നരാധമൻ ഇവനെ പോലെയുള്ള സൈക്കോ കില്ലറുകളെ വെടിവെച്ചു കൊല്ലണമെന്നാണ് വൈറൽ വീഡിയോ കണ്ട മഹിളാ സമാജം പ്രസിഡന്റും ഓൾ കേരള വിമൻസ് അസോസിയേഷന്റെ ചെയർപേഴ്സണുമായ ലിലി മാത്യു പറഞ്ഞത്. കിട്ടിയ അവസരം എന്തായാലും അവന്മാര് ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. മീഡിയ എന്തായാലും വേണ്ട രീതി പണിയെടുത്തു. സ്റ്റേഷന് മുന്നിൽ അതിക്രമം നടത്തിയിരിക്കുകയാണ് കുറ്റവാളി ശിവൻ. പോലീസുകാരെയും മാധ്യമ പ്രവർത്തകരെയും കയ്യേറ്റം ചെയ്തിരിക്കുകയാണ്. ഇതിനാദ്യം നന്ദി പറയേണ്ടത് അവക്ക് തന്നെ. ഇത്രയൊക്കെ ഒപ്പിച്ച സ്ഥിതിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് തന്നെ പറഞ്ഞേക്കാം.
ഹലോ ചേച്ചി. ഒരു കൺഗ്രാചുലേഷൻ പറയാൻ വിളിച്ചതാ. ഇതിന്റെ ഫുൾ ക്രെഡിറ്റും ചേച്ചിക്ക് തന്നെയാ. തിരക്കഥ എന്റേതാണെങ്കിലും അഭിനയിച്ച് തകർത്തത് നീ തന്നെയാ. ഇത്രയും നല്ലൊരു സ്വീകരണം അവൻ ഇനി കിട്ടാനില്ല. ചെക്കൻ വരണ്ടു. കൈക്കരുത്ത മസിൽ പവറും കൊണ്ട് എന്ത് നേടാന്നായിരുന്നു അവന്റെ വിചാരം. പക്ഷേ ഒരു പെണ്ണിന്റെ മുന്നില് അതെല്ലാം നിഷ്ഫലമാണെന്ന് തെളിയിച്ചു കൊടുത്തു. ഒരുങ്ങി ഇറങ്ങിയോ പെണ്ണിനെ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ അവന് മനസ്സിലായി കാണും. പെണ്ണൊരുമ്പെട്ടാലെന്നൊരു ചൊല്ലുള്ളത് വെറുതെ ആണോടി? പെണ്ണിനും മണ്ണിനും വേണ്ടി മാത്രമേ ഇവിടെ ആണുങ്ങൾ ചത്തൊടുങ്ങിയിട്ടുള്ളൂ. മഹാഭാരത യുദ്ധം കൗരവപ്പട മുഴുവൻ ചത്തൊടുങ്ങിയതേ പാഞ്ചാലിയുടെ കണ്ണീരിന്റെ ശക്തിയില. അതിശക്തനായ രാവണനെ ശ്രീരാമചന്ദ്രൻ വധിക്കുന്നതും സീതയുടെ കണ്ണീരിന്റെ ബലത്തില. ഇവിടെ ഇപ്പൊ ശിവനെതിരെ കൊളുത്തിയ തീ അത് നിന്റെ കണ്ണീരിന്റെ ഫലവാ. എനിക്ക് കാണേണ്ടതും അറിയേണ്ടതും കളക്ടർ മാഡത്തിന്റെ അവസ്ഥയാ. ഇതിന്റെ പേരിൽ അവളുടെ കണ്ണിൽ നിന്ന് പൊടിയുന്ന ഒരൊറ്റ കണ്ണുനീര് മതി ഞാൻ ഇത്ര നാളും കരഞ്ഞു കളഞ്ഞ കണ്ണുനീരിന് പകരമാവാൻ. അവൾ ഇറങ്ങും. കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോഴേക്കും ഇവിടെ ഇവനെ ഒരു പരുവമാക്കിയിട്ടുണ്ടാവും നാട്ടുകാര്. അതിനുവേണ്ടി അതിനുള്ള കൂലിയും കൊടുത്ത് നിന്റെ ആങ്ങളടക്കം സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടുണ്ട്. കളക്ടറുടെ ഒരു അധികാരവും ആനുകൂല്യവും ശിവന് കിട്ടാതിരിക്കാൻ വേണ്ടി കൂടിയാ. പെണ്ണിനെ ഉപദ്രവിക്കുന്നവൻ പീഡനവീരൻ. ആ വാക്കിനാണ് മാർക്കറ്റ്. അവനെ തകർക്കുന്നതും നമ്മൾ ചാർത്തി കൊടുക്കുന്നതും ഈ വട്ടപ്പേര് തന്നെ. അവൻ കരയണം. എന്നോട് ചെയ്തതിനെല്ലാം കണക്ക് പറഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് രക്തം വരണം. ഹാ, അതിനുള്ള എല്ലാ പണികളും ഒരുക്കിക്കൊണ്ട് സോമശേഖരനെ നമ്മൾ റെഡിയാക്കി നിർത്തിയിരിക്കുക. നഖത്തിനുള്ളിൽ തറയ്ക്കാനുള്ള മൊട്ടുസൂചി വരെ പഴുപ്പിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവനെ ഒന്ന് അകത്തേക്ക് വിട്ടുകിട്ടാൻ. വേദന അറിഞ്ഞിട്ടില്ലാത്തവന് വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ ഒരുക്കിയിരിക്കുന്നെ. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്ന മാണിക്കോത്തെ മഹേന്ദ്രന്റെ മകന് ഇന്ന് ആറാട്ടാ. ആറാട്ട് കഴിഞ്ഞ വിഭവസമൃദ്ധമായ ആറാട്ട് സദ്യയുണ്ട്. ഇതെല്ലാം നടത്തിക്കഴിഞ്ഞ് സോമശേഖരൻ ഇന്ന് ആ സ്റ്റേഷനിൽ നിന്ന് പോവൂ. ഇതെല്ലാം കഴിയട്ടെ. എന്നിട്ട് തളർന്നവൻ ഇരിക്കുമ്പോ എനിക്ക് അവനെ ഒന്ന് ചെന്ന് കാണണം. പെണ്ണിന്റെ പകയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായോന്ന് ആ മുഖത്ത് നോക്കി എനിക്ക് ചോദിക്കണം. അങ്ങനൊരു പോക്ക് അവന്റെ മുന്നിലേക്കുണ്ടെങ്കിൽ നിന്റെ ഒപ്പം ഞാനും ഉണ്ടാവും. അവൻ അറിയട്ടെ, തുല്യശക്തിയുള്ള 2 പെണ്ണുങ്ങൾ വിചാരിച്ചാ ഇവിടെ എന്ത് നടക്കുമെന്ന്. ഡെയ്സി, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി വരാൻ പോകുന്നതെല്ലാം അവനും അവന്റെ കളക്ടർ മാഡത്തിനും താങ്ങാവുന്നതിനും അപ്പുറമാണെന്ന് പറഞ്ഞിട്ട് തന്നെ പോരണം.